ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കോൺഗ്രസിൽ അടി തുടങ്ങി മക്കളെ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, വി ടി സതീശൻ, കെ സി വേണുഗോപാൽ, ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തി. അതായത്, ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വേറൊരു സ്ഥാനത്തേക്കും നിങ്ങൾ എന്നെ നോക്കണ്ട എന്നും പറഞ്ഞിട്ട് വി ഡി സതീശൻ ഓൾറെഡി ഒരു പ്രസ്താവന ഇറക്കി. ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് നിരീക്ഷകരായ മുഗൾ വാസ്നിക്ക് ഒപ്പം അജീമാക്കിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കടുത്ത നിലപാടിലേക്ക് വി ഡി സതീശൻ പോകുന്നത്. തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നില്ലെങ്കിൽ, പാർലമെന്ററി പാർട്ടി ലീഡറായി തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന് കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. ആക്ച്വലി ഐ തിങ്ക് ഒരു മുഖ്യമന്ത്രിയാകാൻ വി ഡി സതീശൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ യോഗ്യൻ മീൻസ് നോട്ട് ഇൻ ദ സെൻസ് ഓഫ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശരിക്കും കളി മുഴുവൻ കളിച്ചത് വി ഡി സതീശനാണ്. അല്ലാണ്ട് ഡൽഹിയിൽ ഇരുന്ന എ സി വേണുഗോപാലൊന്നും അല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പങ്കുണ്ട്, ഇല്ലെന്നൊന്നും അല്ല. പക്ഷെ വി ഡി സതീശന്റെ ആണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെല്ലാവരും വി ഡി സതീശൻ കയറണമെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്ത് വി ഡി സതീശന് സപ്പോർട്ട് വളരെ കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ പഴയ ഒരു അച്യുതാനന്ദൻ ലൈനാണ്. പെട്ടെന്ന് മുറി രണ്ട് എന്ന് പറയത്തില്ല, ആ ഒരു സാധനമാണ് പുള്ളി വിടുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല. അവർക്ക് കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് നിന്ന് വന്ന ഒരു ചരിത്രമാണുള്ളത്. അത് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും സഹിക്കത്തില്ല, അതിനൊന്നും അവർ സപ്പോർട്ട് ചെയ്യത്തുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ MLA-മാരൊക്കെ ഈ കെ സി വേണുഗോപാലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ സാധനം പൈസ ഇറക്കുന്നുണ്ട്, ഫണ്ട് ഇറക്കി വിടുന്നുണ്ട്. സോ കാശ് എവിടെ ഉണ്ടോ, മണി എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ഞാൻ എന്ന് പറയുന്ന പോലെ അവര് അങ്ങനെ നിന്ന് കഴിഞ്ഞാലേ അവർക്ക് രക്ഷയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ജനങ്ങളും യൂത്ത് പിള്ളേരും എല്ലാവരും വി ഡി സതീശൻ വരണമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നതും, അതായത് ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നതും. യൂത്തായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഒരു ജനതയുടെ മുഴുവൻ വോട്ടും കിട്ടിയത്, ഈ പറഞ്ഞ സപ്പോർട്ട് കിട്ടിയത് വി ഡി സതീശനാണ്. അതൊന്നും ഒരിക്കലും ഈ ഡൽഹി പോയിരുന്ന് ഈ പറയുന്ന താളമടിക്കുന്ന കെ സി വേണുഗോപാലിനൊന്നും നടക്കുന്ന കാര്യമല്ല. കെ സി വേണുഗോപാലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് പുറത്തിറക്കിയായിരുന്നു. അതായത് 2025 കെ സി വേണുഗോപാല് ഇവർക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടാണ് പുള്ളി പറയുന്നത്, എനിക്ക് അധികാരമോഹമില്ല, അധികാരത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടാൻ ഞാനില്ല, എന്നെ നിങ്ങൾ കൺസിഡറേ ചെയ്യേണ്ടതാണ്. അതാണ് ദേവ്. എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDF-ൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ നൈസായിട്ട് സംഭവം അങ്ങോട്ട് മാറ്റി. പുള്ളി പറയുന്നത്, ആരാണോ ഒഴിഞ്ഞു കൊടുക്കുന്നത്, അതായത് ആരാണോ മാറി നിന്ന് കളി കാണുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്, അവർക്കായിരിക്കും മുഖ്യമന്ത്രി കസേര എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. സോറി, കെ സി വേണുഗോപാൽ പറയുന്നത്. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. പുള്ളിക്കാരന് മുഖ്യമന്ത്രി സ്ഥാനം വേണം, അതിനുവേണ്ടി കടന്ന് ബലം പിടിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടതാണ്, മറ്റേ തമിഴ്നാട് സ്റ്റൈലിൽ, തളപതി സ്റ്റൈലിൽ കെ സി വേണുഗോപാലിന്റെ പോസ്റ്ററിന് പാലഭിഷേകം. ചർച്ചകൾ നടക്കുന്ന സമയത്തും പോസ്റ്റർ യുദ്ധത്തിനും ഫ്ലെക്സ് യുദ്ധത്തിനും ഒരു അവസാനവുമില്ല. കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ ഇന്ന് പാലഭിഷേകം വരെ നടത്തി. DCC മെമ്പർ സുഹൈൽ ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഈ പാലഭിഷേകം. നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം കാണിച്ചെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. നന്നായിട്ട് കാശ് മുടക്കിയിട്ടുണ്ട്, ഉറപ്പാണ്. കാശ് ഇറക്കിയുള്ള പരിപാടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ അടിയിടിക്കുകയൊക്കെ പോകുന്നു പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇത്ര ഒരു അതപ്പതിച്ച് പോകുന്നു. ശരിയാണ്, പറയാമാര് ഉണ്ട്. മറ്റേ സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം ബാലഭൂഷണമൊക്കെ പോകുന്നത്. നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങി. അതാണ് അതിലും വലിയ കോമഡി എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, ചോറിനുന്നവരൊക്കെ അറിയാടി. പക്ഷെ
കാശുള്ളിടത്ത് പലരും പോകും. ഈ പോസ്റ്ററിൽ തന്നെയുണ്ട് KC നയിക്കട്ടെ എന്ന് വന്നിട്ട് വേറൊരു സാധനം കൂടെ വിട്ട്. ഒരു സതീശനല്ല, കോൺഗ്രസിൽ ഒരുപാട് സതീശന്മാരുണ്ട്. ഏത് ഉദ്ദേശം മനസ്സിലായോ? അതായത് VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതേപോലെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും നമുക്ക് പിടിച്ച് മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോടെ? അതിന് യോഗ്യനായിട്ടുള്ള ഒരാൾ കാണും. അതായത് പുള്ളി ഇൻഡയറക്ട്ലി പറഞ്ഞ സാധനം എന്താന്ന് മനസ്സിലായോ? ഇതാണ് കളി. സോ എന്തായാലും അവർ തീരുമാനിക്കട്ടെ, അവർ അടികൾ മുൻപോട്ട് നടക്കട്ടെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താണെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന് തന്നെയാണ് കിട്ടേണ്ടത്. പുള്ളിക്കാരനാണ് കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ട് കളിച്ചത്. കളി മൊത്തം മുഖ്യമന്ത്രിയാകാൻ ഈ ഒരു കാര്യത്തിൽ യോഗ്യൻ പുള്ളിക്കാരൻ മാത്രമാണ്, ഇദ്ദേഹം മാത്രമാണ്. പിന്നെ അതിന് ശേഷം സതീശനാണേലും KC വേണുഗോപാലാണേലും ചെന്നിത്തലയാണേലും ആരാണേലും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കും ഇത് റോങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ. ഈ 3 പേരിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നല്ല ഭരണം കാഴ്ചവെക്കുന്നു. ബട്ട് ലെറ്റ് സി, നമുക്ക് നോക്കാം. നല്ല രീതിയിൽ പോകുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ഗൈസ്, ടിൽ ദെൻ ബൈ.